ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ അല്ല, സംഭവം പഴയ വീഡിയോ. ആമിക്ക് 1 വയസ്സാകുന്നതിന് മുന്നേ, ഏതാ മാസം നമുക്ക് ഓർമ്മയില്ല, ഒത്തിരി മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ട് മേഘയുടെ സീമന്തം ഫംഗ്ഷന് വേണ്ടി പോവാം. ഹായ് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഒരു പൊട്ട് കുത്തി കൊടുത്തിട്ട് അതിന് മുകളിൽ പൗഡർ ഇട്ടിട്ട് പോയില്ല തേച്ചു. ചുണ്ടിരി പെണ്ണായിട്ടുണ്ട്. നമ്മൾ പോവാണ്, ടാറ്റ. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ് വീട്ടിൽ നിന്ന്. സീമന്തം എന്നാ പറയാം കേട്ടോ. അപ്പോൾ സീമന്തം ഞാൻ ആദ്യമായിട്ടാണ് പോണത്. നോക്കട്ടെ എങ്ങനെയുണ്ട്. ആദ്യമായിട്ട് പോണത് കൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ കാരണം. നിങ്ങളും അധികം കണ്ടു കാണില്ലല്ലോ അവരെങ്ങനെയാ ചെയ്യണത്. എന്തായാലും ലേറ്റായി, 12:30 11:30 പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ പോയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മൾ എത്തിയപ്പോഴത്തേനും പരിപാടിയൊക്കെ തുടങ്ങി ഏകദേശം കഴിയാനായി ഉണ്ടായിട്ടാ. ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി, ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും വളയും പൂവും ഇങ്ങനെ ഈ തിന്നണ കടലൊക്കെ ഇല്ലേ, പൊട്ടുകടല എന്ന് പറയുന്നത്, അതും പിന്നെ ഒരുപാട് പലഹാരങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായി. പിന്നെ നടുക്ക് കണ്ട ഒരു പച്ച സാരി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഗർഭിണീന. ഞാൻ അവിടെ മേഘയുടെ അമ്മയോട് ചോദിക്കുമായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന്. നോക്കുമ്പോൾ കണ്ടേ നിങ്ങൾ, ഈ പെൺകുട്ടി എടുത്തിരിക്കണതും പച്ച സാരി ഓറഞ്ച് ബ്ലൗസും, മേഘ എടുത്തിരിക്കണതും പച്ച സാരി ഓറഞ്ച് ബ്ലൗസും. അപ്പോൾ മേഘ പറയുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്യൂത്രേ, പക്ഷെ സെയിം സാരി കളർ വേണമെന്നില്ല പോലും. അവൾ സെയിം സാരി കളർ ഒരു ലുക്കിന് വേണ്ടി ആക്കിയതാന്ന്. ഇതേ കാണല്ലേ ആളെ. നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ അവരോട് ചോദിച്ച് എന്താ ചെയ്യേണ്ടതെന്നാലും ചോദിച്ച് ചെയ്യാണ്. ആദ്യം ഇങ്ങനെ കുങ്കുമം തൊട്ട് കൊടുക്കണം, വള ഇട്ട് കൊടുക്കണം, പൂ കൊടുക്കണം, പിന്നെ അവൾക്ക് തിന്നാൻ അവളുടെ തലവഴി അരി ഇടണം. അത് ഞാനും ഉണ്ണിയേട്ടനും കൂടെ ചെയ്തിട്ടാ. നല്ല രസമായിരുന്നു. ഞാൻ ചെയ്യണത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഇവള് രക്ഷ എന്ന് പറഞ്ഞ കുട്ടി, ഇവളും ഫ്രണ്ടാണ്. അവൾ മര്യാദയ്ക്ക് ചെയ്യും. അവളും കന്നഡക്കാരിയാണ്. അതുകൊണ്ട് അവൾ ചെയ്യണതാണ് ശരിക്കുള്ള രീതി. അവർ ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുള്ളത് ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു ചെറിയ ഹാള് എടുത്തിട്ടാണ്. അവിടുത്തെ ഭക്ഷണമാണിത്. ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. ഓൾസോ ഇങ്ങനത്തെ കന്നഡ ഫുഡല്ല, നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പരിപാടി ലഞ്ചോട് കൂടെ അവസാനിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്താണ് വിനോദേട്ടൻ്റെ വീട്. നമ്മൾ വിനോദേട്ടനുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയതാണ്. നനഞ്ഞിരിക്കുമല്ലേ, അതല്ല. അവിടുന്ന് നമ്മൾ ഡിന്നർ കഴിച്ചു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് അറിയുക. താങ്ക് യു പറഞ്ഞത്. താങ്ക് യു ഹായ്. നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ഇപ്പൊ സമയം 11:30 രാത്രി. നമ്മൾ പോയത് എത്ര മണിക്കായിരുന്നു? ഉച്ചയ്ക്ക് 11:30 അല്ല, 12 മണിക്ക് 12:30. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ റിട്ടേൺ ഗിഫ്റ്റാണ് ഇത്. നിങ്ങളെ കാണിക്കാൻ നോക്കുക. ഇത് നമ്മുടെ സീമന്തം പരിപാടിക്ക് പോയില്ലേ, അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഫസ്റ്റ് അവർ മറ്റേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് മറ്റേ മധുരമുള്ള ലഡു, ചക്കിളി, അതായത് കന്നഡയിൽ ചക്കിളി എന്നൊക്കെ പറയും. മധുരം ഇല്ലാത്ത എന്തുകൊണ്ട് മറ്റേ ഇത് മധുർവട, നമ്മുടെ കന്നഡ ഐറ്റംസാണ്. അതിൻ്റെ ഒരു ഇതിട്ടാ. പിന്നെ ഇത് റവ ലഡു, റവയെന്നാണ് പറയാം. അങ്ങനെ ആപ്പിൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ തുറക്കട്ടെ. ഇതിനകത്ത് വളയുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന്, ബാക്കി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഇതിനകത്ത് കുപ്പിവള പോലത്തെ ഒരു വളയുണ്ട്. എനിക്ക് പാകാവോന്ന് അറിയില്ല, ചുമ്മാ രസം. ഇതെന്താ ബ്ലൗസ് തുണിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് അല്ലേ? കാഞ്ചിക്കോട്ടം പോലത്തെ ബ്ലൗസ് പീസ് കൊള്ളാം. ഇത് അവരുടെ ഒരു രീതിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സെയിം കളർ 2 ഉണ്ടോ ബ്ലൗസ്. അതങ്ങനത്തെ ഇത്.
ഇതെന്ത് നിജാം ബാഗ് അതാണോ? ഗോപുരം കന്നഡയിലാന്തോ എഴുതിയേക്കണേ. ഓ ഇത് മറ്റേ കുങ്കുമവും മഞ്ഞളും ഒത്തുചേരും സന്തോഷം എന്നത്. ടേമറിക്കിന്റെയും കുങ്കുമം. ഇത് ടേമറിക്ക്, ഇത് കുങ്കുമം. അയ്യോടാ. പിന്നെ വള, ഒരു ചെറിയൊരു പൂവ്, സ്ക്രഞ്ചീസ്. ഇത് 2 വളയാണോ 1 വളയാണോ? 2 വള. ഇത് കുപ്പിവളയാട്ടോ. കുപ്പിവള ഇത് കണ്ട കിണി 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 കണ്ടോ? കുപ്പിവളയാ. കൊള്ളാം. ഇട്ടോക്കട്ടെ. ഹൈ കൊള്ളാലോ. ആകാണല്ലോ. ടെണ്ടടേ. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അൺറാപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, നല്ല രസം. ഇതവള് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ സെലിബ്രേറ്റിംഗ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സംഭവമാണ്. ഇതിനകത്ത് ഇത് ഇവരുടെ ഒരു പരിപാടി കേട്ടോ. എല്ലാത്തിനും പോയി കഴിഞ്ഞാൽ നിലക്കടലയും ഇതൊക്കെ തരും. ഇതൊരു പരിപാടി. ഇതിനകത്ത് മിഠായി ഇരിപ്പുണ്ട്. അതിത് ശരിയെ പോത്. ഇതൊരു കാൻഡിൽ. ഇതിൻ്റെ മണം, ഇതിൻ്റെ മണം നല്ല മണം. കൊള്ളാം. കാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബ്ബ ഉപയോഗിക്കാം. അല്ല എന്തെങ്കിലും ഇട്ട് വെക്കാം. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ ഹാൻഡ് ക്രീം വന്നുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഇതൊരു ഹാൻഡ് ക്രീം. ഇതൊക്കെ വല്ല ഇരുന്ന് ചെയ്തു കേട്ടോ പാവം. ഇവിടെ ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് സമ്പ്രദായമുണ്ട്. ഇപ്പം നമ്മൾ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു സീമന്തം പരിപാടി കേട്ടോ. അതവർ 7-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം അങ്ങനെ കാണാൻ ചെയ്യാം. അതായത് ഈ തമിഴ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴന്മാർ വളകാപ്പ് ചെയ്യും, ഇവർ സീമന്തം ചെയ്യും. നമ്മുടെ നാട്ടുകാരെന്താ ഒന്നും ചെയ്യാത്തതായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലാകെ 7-ാം മാസം വീട്ടിൽ കൊണ്ടുപോകും, ഇങ്ങനെ അരി തിരിച്ച് കൊണ്ടുപോകല്ലേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ കണ്ടാണല്ലോ. അവളുടെ ഇവിടെ മഞ്ഞളും കുങ്കുമവും നമ്മൾ തേച്ച്, മഞ്ഞൾ ഇവിടെ കുങ്കുമം ഇവിടെയും തേച്ച് കൊടുക്കും. വള ഇടേണ്ടതാണ്, പക്ഷെ വള അവൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ കൈ കൊടുത്താണ്ടില്ലേ, അത് സംഭവം ഇട്ട് കൊടുക്കേണ്ടതാണ്. അവളുടെ കൈ വലുതായി, നീര് വന്നിട്ട് വലുതായത് കാരണം അത് ഇടാൻ പറ്റില്ല. അപ്പോൾ ശരി, നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, കുറേ നേരം ഉറങ്ങാം. എല്ലാവർക്കും വീഡിയോ കാണണം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവരും സന്തോഷമായിരിക്കും. ടാറ്റ. ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.